സംഗമത്തിന് കോടതി ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്. പക്ഷേ അയ്യപ്പന്റെ ഒരു ക്ലീൻ ചിറ്റ് ഹൈക്കോടതി വഴി ഇപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിലാണ് കൃത്യമായി ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമമായി നടത്താൻ പോകുന്നു 20-ാം തീയതി. അതിനു മുൻപ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി അതിൽ നടന്നിട്ടുള്ള കള്ളക്കളി എന്താണ് എന്നത് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ അന്വേഷിക്കണമെന്നുള്ള ഉത്തരവ് കേരള ഹൈക്കോടതിയിൽ നിന്ന് തന്നെയാണ്. നേരത്തെ ജിമ്മി ജെയിംസ് സാറ് ഇവിടെ സൂചിപ്പിച്ച അതേ ഹൈക്കോടതി തന്നെ, അതായത് അയ്യപ്പ സംഗമത്തിന് അനുമതി കൊടുത്ത അതേ ഹൈക്കോടതി തന്നെ അനുമതി കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഉത്തരവിട്ടിരിക്കുന്ന മറ്റൊരു വിധി കൂടി ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പൻ ഇതെല്ലാം കാണുന്നുമുണ്ട്. ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ നിങ്ങൾ ശബരിമലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ ഉത്തരവിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 40 വർഷം വാറന്റിയുള്ള ഗോൾഡ് പ്ലേറ്റഡ് കവറിംഗ്. അപ്പോൾ ആ കവറിംഗ് എങ്ങനെയാണ് 6 വർഷം കൊണ്ട് ചീത്തയായതെന്ന് കോടതി ചോദിക്കുമ്പോൾ അതിനൊരു മറുപടിയില്ല. 40 വർഷം വാറന്റിയാണ്. മാത്രമല്ല ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ അത് ഈ സ്പോൺസർ കൊണ്ടുപോകുമ്പോൾ അതിന് ആരും അനുഗമിക്കുന്ന പോലുമില്ല. അപ്പോൾ എവിടെയാണ് ഈ 4 കിലോ അങ്ങ് മാഞ്ഞു പോകത്തൊന്നുമില്ലല്ലോ. 4 കിലോയാണ്, 4 ഗ്രാം അല്ല, 40 ഗ്രാം അല്ല, 4 കിലോയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നടന്നിട്ടുള്ള കള്ളക്കളി എന്താണ് എന്നത് കൂടി കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് ഒരു വലിയ തിരിച്ചടിയാണ് എന്ന് പറയാവുന്ന ഒരു കാര്യമല്ല. കാരണം ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ അതിൽ രാഷ്ട്രീയം കൊണ്ടുവരികയാണെങ്കിൽ അത് തെറ്റാണ്. ആ രാഷ്ട്രീയം സർക്കാർ കൊണ്ടുവരില്ല എന്ന് സർക്കാർ കോടതിയിലടക്കം പറഞ്ഞതിനെ നമുക്ക് ഈ സാഹചര്യത്തിൽ വിശ്വസിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. കാരണം അത് വിശ്വാസികളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, അവരുടെ കൺസെന്റ് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. അവരുടെ കൺസെന്റ് എന്തിനാണ്? ശബരിമലയുടെ ഉന്നമനത്തിനായിട്ടുള്ള ഒരു സംഗമം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികളായ ആളുകൾ ഈ പരിപാടിക്ക് വരുന്നത്. രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് എത്ര പേരാണ്? 4864 പേരാണ്. അതിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത 3000 പേർ, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ച 500 പേർ, 3500 പേരായിരിക്കും ഈ സംഗമത്തിന് പമ്പയിലേക്ക് എത്തുക. ഇവിടെ കോടതി ഇന്ന് ഈ സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ പറഞ്ഞത് ഭരണപരമായ വീഴ്ചയാണ് ഈ സ്വർണ്ണപ്പാളിയിലെ തൂക്ക വ്യത്യാസത്തിന്റെ കാരണമെന്നാണ്. ആ ഭരണപരമായ വീഴ്ച എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന ദേവസ്വം ബോർഡിനും സർക്കാരിനും എല്ലാം ചേരുന്ന ആ സംവിധാനത്തിനുണ്ടായ വീഴ്ചയാണ്. അങ്ങനെ വീഴ്ച വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് 2 ദിവസത്തിനപ്പുറം 20-ാം തീയതി പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. അവിടെയും പ്രൊവൈഡഡ് ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അനുമതി കൊടുത്തിരിക്കുന്നത്. അവിടെ വിശ്വാസികളുടെ വിശ്വാസപരമായ ഒരു കാര്യത്തിനും കൂടെ തടസ്സമുണ്ടാകാൻ പാടില്ല. കാരണം 21-ാം തീയതി വരെ കന്നിമാസ പൂജകൾക്കായി ശബരിമലയിലേക്ക് ഭക്തർക്ക് പോകുന്നതിനുള്ള സമയമാണ്. അപ്പോൾ ഓരോ ദിവസവും ദർശനത്തിനുള്ള ഭക്തരുടെ എണ്ണത്തിലടക്കം വ്യത്യാസം വന്നാൽ അത് ഹൈക്കോടതിയിൽ ഉന്നയിക്കാൻ ഹർജിക്കാർക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. ഈ 2019 ഈ സ്വർണ്ണപ്പാളി തിരികെ എത്തിച്ചപ്പോൾ അതിന്റെ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയില്ല. അതുപോലെ തന്നെ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പുവരുത്തേണ്ട ഒരു ക്ഷേത്ര സമിതിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചയാണ് ഉണ്ടായത്. അപ്പോൾ വീഴ്ച പറ്റിയ ഒരു സംവിധാനമാണ് ഇപ്പുറത്ത് സംഗമം നടത്താൻ പോകുന്നത്. പോയിന്റ് 1. ഇനി സ്വർണ്ണപ്പാളി കേസിൽ വിശദമായ അന്വേഷണത്തിന് കോടതി ഉത്തരവിടുന്നത് എന്തുകൊണ്ടാണ്? ഈ ശ്രീകോവിലിലെ, അതായത് അയ്യപ്പന്റെ മുന്നിൽ നിൽക്കുന്ന ദ്വാരപാലക ശില്പം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിന്റെ ഘടനയുമായി, ശ്രീകോവിൽ ഘടനയുമായി ഏറ്റവും പ്രധാനപ്പെട്ടതും വിശ്വാസികൾ വിശ്വാസത്തോടെ വന്ന് വണങ്ങി പോകുന്ന ഭാഗവുമാണ്. അവിടെയാണ് ഈ രീതിയിലുള്ള കള്ളക്കളി നടന്നിരിക്കുന്നത്, കള്ളത്തരം നടന്നിരിക്കുന്നത്. അപ്പോൾ നാളെ അയ്യപ്പനായിരിക്കും, ഇന്ന് ദ്വാരപാലകനെങ്കിൽ നാളെ അയ്യപ്പനായിരിക്കും. അങ്ങനെ സംശയിച്ചു കൂടായികയൊന്നുമില്ല. കാരണം അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നതിന് കൃത്യമായ എക്സാമ്പിൾ ഇവിടെ പുറത്തു വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ വിശ്വാസികളെ പറ്റിക്കാൻ സംഗമം നടത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആ സംഗമത്തിന് മുൻപ് തന്നെ സാക്ഷാൽ അയ്യപ്പൻ തന്നെ ഇടപെട്ട് പ്രവർത്തിച്ചതുപോലെയാണ് ഇന്നത്തെ ഈ ഒരു ഹൈക്കോടതിയിൽ നിന്നുള്ള ഈ അന്വേഷണത്തിനുള്ള ഉത്തരവിനെ കാണേണ്ടത്. വിശ്വാസികൾ അങ്ങനെയായിരിക്കും കാണുന്നത്. സ്വർണ്ണമടക്കം പൂശിയ പാളിയുടെ ഭാരത്തിലെ ചേർച്ചക്കുറവ് അത് ആരും അറിഞ്ഞില്ല, ആരെയും അറിയിച്ചില്ല. ഈ സ്വർണ്ണപ്പാളി എന്നിട്ട് കറക്ഷന് വേണ്ടി കൊണ്ടുപോകുന്നതിന് ആരുടെയും അനുമതി തേടിയില്ല. എല്ലാം വളരെ രഹസ്യമായി ചെയ്തു തീർക്കാമെന്ന് പദ്ധതിയിട്ടു. അതാണ് ഇവിടെ പൊളിഞ്ഞത്. 1999 ഈ ദ്വാരപാലക ശില്പം സ്വർണം പൂശിയെങ്കിൽ പിന്നെ എന്തിനാണ് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും 2019 സ്വർണം പൂശിയത്? അപ്പോൾ കുറെ കള്ളത്തരങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നത് കോടതിക്ക് തന്നെ സംശയം തോന്നുകയാണ്. 2019 ചെമ്പിലാണ് നിങ്ങൾ സ്വർണം പൂശിയതെങ്കിൽ അതിലെ ഭാരത്തിന് എങ്ങനെ വ്യത്യാസം വരും? ദേവസ്വം ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഇന്ന് കോടതിയിൽ മഹസർ രേഖകളൊക്കെ കൊണ്ടുപോയി കൊടുത്തിരുന്നു. രേഖ കൊടുത്തപ്പോഴാണ് കേട്ടോ. നേരത്തെ ഹർജിയിലേക്ക് പോയപ്പോൾ രേഖയില്ലെന്നല്ലേ പറഞ്ഞു. ഇവിടെ കോടതിയിൽ കൊണ്ടുപോയി കൊടുത്ത രേഖകൾ പരിശോധിച്ചിട്ടാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. 2019 പാളിയുടെ ഭാരം 42 കിലോ, ശില്പത്തിൽ നിന്ന് മാറ്റി 1.5 മാസം പാളികൾ ദേവസ്വം കയ്യിൽ വെച്ചു. ആരാണ് കയ്യിൽ വെച്ചത്? ദേവസ്വം കയ്യിൽ വെച്ചപ്പോഴേക്കും ഭാരം 4 കിലോ അങ്ങ് കുറഞ്ഞു. ആ 4 കിലോ എവിടെ പോയി?
കയ്യിൽ വെച്ചപ്പോഴേക്ക് 4 കിലോ കുറഞ്ഞു, അല്ലാതെ ഉരുക്കിയപ്പോഴല്ല, കയ്യിൽ വെച്ചപ്പോൾ 4 കിലോ കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ 4 കിലോ ഇവിടെ പോയി? 40 ഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ തേയ്മാനം വന്നെന്നെങ്കിലും പറയാം. പക്ഷേ 4 കിലോയൊക്കെ തേയ്മാനം ഒരു ശില്പത്തിന് വരിക, പാളിക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിയോണ്ട് ഇമാജിനേഷനാണ്. അപ്പോൾ അതെന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഈ 3 ആഴ്ചയ്ക്കകം നടക്കുന്ന അന്വേഷണത്തിൽ കൃത്യമായ ഒരു വിവരം പുറത്തു വരണം. അതോടൊപ്പം തന്നെ വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ ഭാരം അളന്ന് പരിശോധിച്ചില്ല. ഇതൊക്കെ വിചിത്രമല്ലേ? അപ്പോൾ വിചിത്രമായ കാര്യങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വർണ്ണമടങ്ങിയ പാളിക്ക് ഭാരക്കുറവ് എങ്ങനെ സംഭവിക്കുമെന്ന് കോടതി തന്നെ ചോദിക്കുന്നുണ്ട്. ഈ 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, നമ്മളോടക്കം പ്രതികരിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വഴിപാടായിട്ട് സ്വർണം പൂശുന്നത്. അപ്പോൾ SP റാങ്കിലുള്ള ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ ചീഫ് വിജിലൻസ് ഓഫീസർ ഇതിലെ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കണം. അതെന്തായാലും ഈ സംഗമം കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് വരിക. പക്ഷേ സംഗമത്തിന് മുൻപ് തന്നെ നേരത്തെ ചെയ്തു വെച്ച ഒരു കള്ളത്തരത്തിന്റെ കൃത്യമായ വിവരം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യം എന്താണ്? ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടുന്നില്ല. ഹൈക്കോടതി ഇവിടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്നതാണ്. അതോടൊപ്പം തന്നെ ശബരിമലയുടെ പവിത്രതയെ ബാധിക്കരുത്. ഈ ജർമ്മൻ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് പന്തലൊക്കെ കെട്ടി സജ്ജീകരണങ്ങളെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പരിപാടി നടക്കട്ടെ. കാരണം വിശ്വാസികളൊക്കെ ഒത്തുകൂടുന്ന ഒരു പോസിറ്റീവ് എനർജി പമ്പയിൽ ഉണ്ടാകുന്നതിനെ ഞാൻ എതിർക്കുന്നില്ല. ഇവിടെ സുതാര്യമായിട്ടുള്ള ഒരു സാമ്പത്തിക അക്കൗണ്ടിങ് അവിടെ ഉണ്ടാകണം. അത് മറ്റു രീതിയിലുള്ള പിരിവാകരുത്. കാരണം ആഗോള സംഗമമൊക്കെ നടത്തി കഴിയുമ്പോഴേക്കും നല്ലതാണ് എന്ന് പറഞ്ഞത് CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ അതിൽ വരവും ഒക്കെ നോക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പങ്കെടുക്കുന്ന ആളുകൾക്ക് സാധാരണ പരിഗണന മാത്രമേ പാടുള്ളൂ. പക്ഷേ ഞാൻ ആ പന്തലിലേക്ക് ഒന്ന് നോക്കി കേട്ടോ. പൂർണ്ണമായും AC ആണ്, എയർ കണ്ടീഷൻഡ് പന്തലാണ്. കാരണം പമ്പയിൽ ചൂടൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ പൂർണ്ണമായിട്ടും എയർ കണ്ടീഷൻഡ് ആക്കിയിട്ടുള്ള ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ള പന്തൽ നല്ലതാണ്. സൗകര്യങ്ങളൊക്കെ വേണം. കാരണം കേരളം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല സൗകര്യങ്ങൾ വേണം. അതോടൊപ്പം തന്നെ ഗ്രീൻ റൂമും മീഡിയ റൂമും കൂടാതെ അവിടെ ഒരു VIP ലോഞ്ച് കൂടിയാണ്. അത് ചിലപ്പോൾ VIP-കൾ ഈ 3000 രജിസ്റ്റർ ചെയ്ത ആളുകളായിരിക്കില്ല. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ വരുമല്ലോ. അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം VIP ലോഞ്ച്. അതായത് പ്രത്യേക സജ്ജീകരണം ഈ പന്തലിൽ തന്നെ ഇതിനകം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ VIP-കൾ എന്ന് ഉദ്ദേശിക്കുന്നത് അവരെയൊക്കെ ആയിരിക്കാം. കാരണം 3000 പേർക്ക് ഞങ്ങൾ അങ്ങനെയൊന്നും ഒരുക്കിയിട്ടില്ല എന്ന് അവിടെയും വാദിക്കാം. എന്തായാലും 4864 പേരിൽ നിന്ന് 1864 പേര് രജിസ്റ്റർ ചെയ്തെങ്കിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം 3000 പേരെ മതി. ഇനി ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് അതുകൂടി നോക്കാം. ഈ ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ വിഷയാവതരണമാണ് അവിടെ നടക്കുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ വിഷയാവതരണം ഈ ക്ഷണിക്കപ്പെട്ട 3000 പേരുടെ മുന്നിൽ നടത്തിയാൽ മതിയോ? അതോ കൃത്യമായിട്ടുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ നടത്താൻ പറ്റുന്ന ആളാണല്ലോ K. ജയകുമാർ IAS. അദ്ദേഹം തയ്യാറാക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രസന്റ് ചെയ്യുന്ന മാസ്റ്റർ പ്ലാൻ നല്ലതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹം വികസനോന്മുഖമായി കാര്യങ്ങൾ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ K. ജയകുമാർ IAS നടത്തുന്ന ഈ വിഷയാവതരണം ഈ 3000 പേരുടെ മുന്നിൽ നടത്തിയാൽ മതിയോ? ശബരിമലയിലേക്ക് ഒരു ദിവസം തന്നെ കയറ്റുന്നതിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് 80,000 പേരെയാണ് ഒരു സമയത്ത്, അതായത് മണ്ഡല മകരവിളക്ക് കാലത്ത് ഈ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ക്യൂ അനുസരിച്ച് കൃത്യമായി കടത്തിവിടുന്നത് എത്ര പേരെയാണ്? അപ്പോൾ ഈ 3000 പേര് തീരുമാനിച്ചാൽ മതിയോ? 3000 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബരിമലയിൽ ഒരു ദിവസം മണ്ഡല മകരവിളക്ക് കാലത്ത് ദർശനത്തിനെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ എത്രയാണ് വരിക? ഈ 3000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3000 പേരെ ഒരു വലിയ പന്തലിൽ, ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ള പന്തലിൽ ഇരുത്തിക്കൊണ്ട് ഈ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചു കഴിഞ്ഞ് അവരിൽ നിന്ന് മാത്രം നിർദ്ദേശം സ്വീകരിക്കുന്നതാണോ പദ്ധതി? ആ കാര്യത്തിൽ ഇതുവരെ ഒരു ക്ലാരിറ്റി വരുത്താൻ സംസ്ഥാന സർക്കാരിനോ ദേവസ്വം ബോർഡിനോ കഴിഞ്ഞിട്ടില്ല. പരിപാടി നടത്താൻ പോകുന്നു. അവിടെ നടക്കുന്ന പരിപാടി ഇതാണ്. മാസ്റ്റർ പ്ലാനിന്റെ വിഷയാവതരണം നടത്തും. നിലവിൽ നടപ്പാക്കുന്നതും ഭാവിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതുമായ വികസന പദ്ധതികൾ സംഗമത്തിനെത്തുന്ന ഭക്തരുടെ മുന്നിൽ അവതരിപ്പിച്ച് അവരിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കും. അപ്പോൾ ശബരിമലയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഈ സംഗമത്തിന് രജിസ്റ്റർ ചെയ്യാത്ത, ഇപ്പോൾ 4864 പേർ രജിസ്റ്റർ ചെയ്തെങ്കിൽ അതിൽ 3000 പേരെ പങ്കെടുക്കുന്നുള്ളൂ. ബാക്കി 1864 പേർക്കും നിർദ്ദേശങ്ങൾ ഉണ്ടാകുമല്ലോ. നിർദ്ദേശം ഉള്ളത് കൊണ്ടാണല്ലോ അവർ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നിർദ്ദേശമൊക്കെ എങ്ങനെ കൊടുക്കും? അവരുടെ നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെ സമർപ്പിക്കാനായിട്ടാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ആ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം പോലും ഇതിൽ ഒരുക്കിയിട്ടില്ല എന്നത് ഒരു കാര്യമാണ്. അപ്പോൾ ഈ 3000 പേരെ വിളിച്ചിരുത്തി അവരുടെ മുന്നിൽ വിഷയം അവതരിപ്പിച്ചതിന് ശേഷം നടത്താൻ പോകുന്ന മാസ്റ്റർ പ്ലാൻ എന്തിനുള്ള മാസ്റ്റർ പ്ലാനാണ്? അത് നിക്ഷേപം കൊണ്ടുവരുന്നതിനുള്ള മാസ്റ്റർ പ്ലാനാണോ? അത് ഈ സംഗമം കഴിയുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. സംഗമം എന്തായാലും 20-ാം തീയതി നടക്കട്ടെ. നടക്കുമ്പോഴേക്കും അതിലൊരു ക്ലാരിറ്റി കിട്ടും. ഈ 3000 പേരുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ മതിയോ? എത്ര കോടി ആൾക്കാരാണ് ശബരിമലയിലേക്ക് വന്നു പോകുന്നത്? എത്ര കോടി ഭക്തരുണ്ട് ലോകമെമ്പാടും? അവരുടെ എല്ലാവരുടെയും പ്രതിനിധികളായി ഈ 3000 പേരെ നിങ്ങൾ എങ്ങനെയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്? ഈ 3000 പേരെന്ന് പറയുന്നത് ആരുടെയൊക്കെ റെപ്രസെന്റേറ്റീവ്സ് ആയി വരും? ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന 3000 പേർ ലോകം മുഴുവൻ നടന്ന് പ്രചാരണം നടത്തുമോ? ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുമോ? അതിലും നല്ലത് നിങ്ങൾക്ക് ലോകമെമ്പാടും ഈ വിഷയം പ്രചരിപ്പിക്കാമല്ലോ. ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആക്കാം. ആളുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാം. എന്നിട്ട് അതിനുശേഷം അതിന്മേൽ ഫർദർ ഡിസ്കഷൻസ് കമ്മിറ്റീസിനെ വെച്ചുകൊണ്ട് നടത്താം. ഇത് പക്ഷേ ഒരു 3000 പേരെന്ന് പറയുന്ന ഒരു സെലക്റ്റീവ് ലോട്ടിനെ മാറ്റിക്കൊണ്ട് അവിടെ തന്നെ ഹൈക്കോടതി പറഞ്ഞ വേർതിരിവ് പാടില്ല, ഭക്തർക്കിടയിൽ എന്ന് പറയുന്ന വേർതിരിവ് സംഭവിച്ചു കഴിയുകയാണ്. അത് കോടതിയിലേക്ക് ഉന്നയിക്കാനായിട്ടുള്ള സാഹചര്യം ഇവിടെ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം
ഈ കാര്യങ്ങളിലൊക്കെ സുപ്രീം കോടതി പറഞ്ഞത് ഹൈക്കോടതിയിൽ എല്ലാ പരാതിയും ഹൈക്കോടതിയിൽ ഉന്നയിക്കാമെന്നാണ്. 20-ന് മുമ്പ് ഉന്നയിക്കണമെന്നില്ല. സംഗമം കഴിഞ്ഞതിന് ശേഷം ആ പരാതികൾ ഉന്നയിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചോ എന്നത് ഹൈക്കോടതി നോക്കും. പ്രത്യേകിച്ച് സ്വർണ്ണപ്പാളിയും കൂടി ഇതേ ഹൈക്കോടതിയിൽ ഇതേ ബെഞ്ചുകളുടെയൊക്കെ മുന്നിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ കൃത്യമായി ആ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കും. ഇവിടെ വിശ്വാസികളുടെ പിന്തുണ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാര ക്രിയയായിട്ടാണ് ഇതിനെ കാണേണ്ടതെന്നതാണ് എൻ്റെ ബോധ്യം. അത് ഒരു തരത്തിൽ പശ്ചാത്താപമാണ്. പശ്ചാത്താപം തോന്നുന്നത് നല്ലതാണ്. ആ പശ്ചാത്താപം വരട്ടെ, പരിഹാരക്രിയ നടത്തട്ടെ, അതനുസരിച്ചുള്ള നേട്ടമൊക്കെ തുടർ ഭരണമാണെങ്കിൽ അത് കിട്ടട്ടെ. അതിലൊന്നും നമ്മൾ ഈ പശ്ചാത്തപിച്ച് വരുന്ന യേശുക്രിസ്തു വരെ പറഞ്ഞിട്ടുണ്ട് അല്ലേ സാറേ, പശ്ചാത്തപിച്ച് വരുന്ന പാപിയെ നിങ്ങൾ ചേർത്ത് നിർത്തണമെന്ന്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ് ഈ വിഷയത്തിൽ. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ അഭിപ്രായം മേടിച്ചിട്ട് അപ്പോൾ സമ്മേളനം നടക്കല്ല. അല്ലല്ല, 3.5 കോടി ആളുകളെ വിളിച്ചില്ലെങ്കിലും 3000 എന്ന് പറയുന്ന ഒരു ലിമിറ്റിലേക്ക് വരിക, 3000 പേര് എന്താണ് ചെയ്യുക എന്നതും ഒരു വിഷയം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. കുണ്ടും കുഴി വരുന്ന നമ്മുടെ ചാലക്കയം പമ്പ റോഡ് അതിന്റെ പണി തീർന്നിട്ടുണ്ട്. പിന്നെ പമ്പയിൽ എത്തുന്ന ഭക്തർക്ക് ഇനി അങ്ങോട്ട് തീർത്ഥാടന കാലം വരികയാണ്, മണ്ഡല മകരവിളക്ക്. അപ്പോഴേക്കും പമ്പാ മണപ്പുറത്തെ ശുചിമുറികളുടെ അറ്റകുറ്റപ്പണി പെയിന്റിംഗ് ഒക്കെ തീർന്ന് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു തീർത്ഥാടന കാലമാകട്ടെ, സംഗമം നടക്കട്ടെ. Meet the editors.